ഗ്ലാസ് മേക്കപ്പിൽ ഒരുങ്ങണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ. നമ്മൾ സെൽഫ് മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് ഭയങ്കര ഫ്ലോലെസ് ആയിരിക്കണം എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. അതുപോലെ ഒരു കറക്റ്റായിട്ടൊരു മേക്കപ്പ് ചെയ്യണം എന്നൊക്കെ. എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യേണ്ടത്? അതാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലിറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ട് മേക്കപ്പ് ചെയ്യുക അല്ലേ. നമ്മളൊരു ഫംഗ്ഷന് പോകണം, ഇപ്പോൾ ഇനി അറിയാം കല്യാണ സീസണൊക്കെയാണ് ഒരുപാട് വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നമ്മളൊന്ന് ഒരുങ്ങിപ്പോകണം, കറക്റ്റായിട്ട് ഒരുങ്ങിപ്പോകണം, കറക്റ്റായിട്ട് മേക്കപ്പ് ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കറക്റ്റായിട്ട് നമുക്കൊരു മേക്കപ്പ് എങ്ങനെ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏത് രീതിയിലാണ് മേക്കപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ ഉള്ളിൽ ആദ്യം വരുന്നത് ഫൗണ്ടേഷൻ അല്ലേ. ഫൗണ്ടേഷൻ മാം ഏത് ഫൗണ്ടേഷൻ മേടിക്കണം എന്നോട് എപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഫൗണ്ടേഷൻ. ശരിക്കും നമ്മളൊരു മേക്കപ്പ് നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫൗണ്ടേഷനും കാര്യങ്ങളെല്ലാം നമ്മളുടെ സ്കിൻ പ്രോപ്പറായിട്ട് നമ്മൾ പ്രപ്പ് ചെയ്യണ്ടോ എന്നുള്ളതാണ്. പ്രപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ റിസൾട്ട് മാത്രമല്ല, നമുക്ക് സ്കിൻ പ്രോപ്പറായിട്ട് നമ്മൾ പ്രപ്പ് ചെയ്യാതെ മേക്കപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് രീതിയിലാണ് പ്രപ്പ് ചെയ്യേണ്ടത്? വേറെ ഒന്നുമല്ല, നമ്മളാദ്യം നമ്മളുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിർബന്ധമായിട്ടും ക്ലെൻസ് ചെയ്തിരിക്കണം. ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കരുത്, ക്ലെൻസ് തന്നെ ചെയ്യുക. ദെൻ അതിന് ശേഷം നമ്മളുടെ ടോണർ യൂസ് ചെയ്യുക. ദെൻ മോയ്സ്ചറൈസർ. ഈ ടോണറും മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് ക്ലെൻസ് ചെയ്തതിനു ശേഷം ഒരു ഐസ് ക്യൂബ് കൊണ്ട് ഒരു മസാജ് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും മേക്കപ്പിന് മുമ്പ് നല്ലതായിരിക്കും. നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പോർസ് എല്ലാം പെട്ടെന്ന് തന്നെ ടൈറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മേക്കപ്പിന് ഒരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഐസ് ക്യൂബ് ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ഫേഷ്യൽ ടിഷ്യൂ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുക. അല്ലാത്തവർ ചെയ്താൽ മതി കേട്ടോ. ഇതെല്ലാം നിങ്ങളുടെ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുവാണ് കേട്ടോ. എന്തെങ്കിലും ഇറിറ്റേഷൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ചെയ്യരുത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോണർ യൂസ് ചെയ്യുക. ടോണർ കഴിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ ടോണർ യൂസ് ചെയ്ത് ഒരു 30 സെക്കൻഡെങ്കിലും വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ഏത് മോയ്സ്ചറാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ മതി. മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക മോയ്സ്ചറൈസർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രൈമർ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. എപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്രൈമർ കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഒത്തിരി കൂടുതലായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ, അതായത് ഭയങ്കര ഹെവി ഒന്നും അല്ല, കുറേ ഫൗണ്ടേഷനൊന്നും ഇല്ല എങ്കിൽ മോയ്സ്ചർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇനി അതല്ല, കുറച്ച് കൂടുതൽ നമ്മൾ കൺസീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫൗണ്ടേഷനൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് പ്രൈമർ വേണം. അതായത് പ്രൈമർ എന്ന് വെച്ചാൽ നമ്മളുടെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്. നമ്മൾ കൊടുക്കാൻ പോകുന്ന കെമിക്കലിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അത്രയും ഹൈ കെമിക്കലാണ് ഈ ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ മേക്കപ്പിന് ഒരു ഫിനിഷിങ് കിട്ടുക, മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യുക, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രൈമർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൈമർ, അതായത് ചിലവർ അത് ബേസ് എന്നും പറയും. അപ്പോൾ ബേസ് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബേസ് എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ, ഒരിക്കലും ബേസ് എന്ന് പറയരുത്, പ്രൈമർ തന്നെ പറയണം. പ്രൈമർ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ സ്കിൻ ടോൺ എന്താണോ അതിന് കറക്റ്റ് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഷെയ്ഡ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ 2 രീതിയിൽ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാം. ഒന്ന് മാറ്റ് ഫിനിഷിങ്, നമ്മുടെ സ്കിൻ ഭയങ്കര ഓയിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഓയിൽ ഫ്രീ ആയിട്ടുള്ള മാറ്റ് വരുന്ന എടുക്കാം. ഇനി അതല്ല, നമ്മുടെ സ്കിൻ നോർമൽ ടു ഡ്രൈ ആണെങ്കിൽ നമുക്ക് ക്രീം ടെക്സ്ചറിൽ എടുക്കാം. എപ്പോഴും ഒരു ക്രീമി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫിനിഷിങ് ആയിരിക്കും. പക്ഷേ ഓയിലിക്കാർക്ക് ഓൾറെഡി സെബം ഉള്ളത് കൊണ്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ഒരു മാറ്റ് എടുക്കാവുന്നതാണ്. ഇവിടെ നമുക്കൊരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള എടുക്കാം. ഫൗണ്ടേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇന്ന ഷെയ്ഡ് ഇന്ന ആൾക്ക് അങ്ങനെ പറയരുത്. കാരണം നമ്മുടെ സ്കിൻ ടോൺ തന്നെ ഇപ്പോൾ ഫെയറിൽ നോക്കിയാൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള ഫെയർ ഷെയ്ഡും ഉണ്ട്, ഫെയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോൺ നോക്കാം, പിന്നെ ഡീപ്പ് ടു ഡീപ്പർ നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിൽ തന്നെ മീഡിയത്തിൽ തന്നെ പല മീഡിയം ഉണ്ട്. അപ്പോൾ മീഡിയം ടോൺ ഇതാണ് നല്ലത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ്റെ ഈ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഈവണായിട്ട് ബ്ലെൻഡ് ചെയ്യുക.
ബ്ലെൻഡ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാനായിട്ട് കേട്ടോ. കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് സ്കിന്നിന്, അല്ലാതെ കയ്യിൽ വെച്ച് ബ്ലെൻഡ്, ചില ആൾക്കാരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഇവിടെ നോക്കും, ഓക്കെ ആണോ, കുഴപ്പമില്ല, നമുക്ക് ഓക്കെ ആവുന്നുണ്ട്, ഇവിടെയെല്ലാം വെച്ച് നോക്കാറുണ്ട്. ഇവിടെ ഒന്നും അല്ല വെച്ച് നോക്കേണ്ടത്, നമ്മുടെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വിടുക. ഈവണായിട്ട് നിൽക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആവുന്നത്. അതിനുശേഷം നമ്മളുടെ സ്കിന്നിൻ്റെ കറക്ഷൻസ് നോക്കിയിട്ട് കൺസീലർ ഉപയോഗിക്കുക. കറക്ഷൻസ്, അതായത് കറക്ഷൻ നോക്കുക എന്ന് വെച്ചാൽ അണ്ടർ ഐ ഡാർക്ക് ആയിരിക്കാം, ലിപ്പിൻ്റെ ചുറ്റുമോ കണ്ണിമണൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിനെ കറക്ഷനെ ഹൈഡ് ചെയ്യാനായിട്ട് കൺസീലർ യൂസ് ചെയ്യുക. കൺസീലർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ സ്കിൻ ഷെയ്ഡിനേക്കാളും 1-2 ഷെയ്ഡ് താഴെ നിൽക്കുന്നത് വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ, കൺസീലർ എടുക്കാനായിട്ട്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നോർമലായിട്ട് ഒരു ഫിക്സിങ് പൗഡർ അങ്ങനെ എന്തെങ്കിലും, പക്ഷേ നമ്മൾ ഭയങ്കര ഗ്ലോ വേണം മേക്കപ്പിനെന്നുണ്ടെങ്കിൽ കൂടുതൽ പൗഡറോ കാര്യങ്ങളോ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്ലോ പോകും. കാരണം കോമ്പാക്റ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫിക്സിങ് പൗഡറൊക്കെ എന്ന് പറയുന്നത് ആ ഒരു ഈർപ്പത്തിനെ വലിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈർപ്പം പോയി കഴിയുമ്പോൾ നമുക്കത് ഉണ്ടാവില്ല. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഒരുമാതിരി ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോമ്പാക്റ്റ് വളരെ ലൈറ്റായിട്ട് കൊടുക്കുക. ദെൻ ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ ഐ മേക്കപ്പ് പ്രോപ്പറാക്കുക. ഐ മേക്കപ്പ് കൊടുക്കുമ്പോൾ എപ്പോഴും ബേസ് അപ്ലൈ ചെയ്തിട്ട് ഐ മേക്കപ്പ് കൊടുക്കുക. ഐബ്രോ കറക്റ്റായിട്ട് നമ്മൾ ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഇന്നർ കോർണറിന് ഇവിടെ എടുക്കുക, ദെൻ ഔട്ട്ലൈൻ കൊടുക്കുക, ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക, താഴെ കൊണ്ടുവരിക. അതുപോലെ തന്നെ താഴെ നിന്നും ഉള്ളിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക വേണ്ടത്, കോംബ് ചെയ്ത് കൊടുക്കുക. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ന്യൂഡ് മേക്കപ്പിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ, കറക്റ്റ് നമ്മൾ ചെയ്ത് കാണിക്കുന്നതും പ്രൊഡക്റ്റും എല്ലാം തന്നെ. കാരണം 2 മണിക്കൂർ എടുത്തിട്ടുള്ള വീഡിയോ ആണ്, എനിക്കത് 10 മിനിറ്റ് കൊണ്ട് ഇതിൽ തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 400 റുപ്പീസ് അടച്ചിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസും നോട്ട്സും എല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അല്ലാത്തവർ ഇതുപോലെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യും. ഞാൻ മാക്സിമം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കൺസീൽ ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ കോമ്പാക്റ്റോ പൗഡറോ കൊടുക്കുക. ദെൻ ഐബ്രോ സെറ്റ് ചെയ്യുക. ഐബ്രോ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബേസ് അപ്ലൈ ചെയ്തതിന് ബേസ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്കിൻ ഷെയ്ഡ് തന്നെ ഏറ്റവും നമ്മളുടെ ഐ ഷെയ്ഡ് പാലറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലൈറ്റർ ഷെയ്ഡ് അതാണ് ബേസ്. അതിന് ശേഷം നമുക്ക് ഏതാണോ ഷെയ്ഡ് വേണ്ടത് ആ ഒരു രീതിയിൽ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് എല്ലാം വളരെ ലൈറ്റായിട്ട് കൊടുക്കുക, ഒത്തിരി കൂടുതൽ കൊടുക്കരുത്. ദെൻ നമ്മൾ കാജൽ കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലൈനർ എപ്പോഴും നമ്മളുടെ ലാഷ് ലൈനോട് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒത്തിരി മേളിലേക്ക് വരാത്ത രീതിയിൽ കൊടുത്ത് ബ്ലെൻഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മളുടെ മസ്കാര നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. മസ്കാര എപ്പോഴും 6 to 8 ടൈംസ് എങ്കിലും നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വോളിയം ഫീൽ ചെയ്യുന്നത്. ആ രീതിയിൽ കൊടുക്കുക. നമ്മൾ ലൈറ്റായിട്ടൊരു ബ്ലഷ് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ വരേണ്ടത്, ഇങ്ങനെ റൗണ്ടിലല്ല കൊടുക്കേണ്ടത്. ജസ്റ്റ് സ്മൈൽ ചെയ്ത് പിടിക്കുക, ഇങ്ങനെ പോകണം കേട്ടോ, ഈ രീതിയിൽ കൊടുക്കുക. ദെൻ നമുക്ക് വേണമെന്നുള്ളവർ ചെറിയ രീതിയിൽ കോൺടൂർ ചെയ്യാം, പക്ഷെ അത് എത്രത്തോളം നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യുന്നവർ ചെയ്തോളൂ കേട്ടോ. നമ്മുടെ വീഡിയോയിൽ ഞാനത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. ദെൻ അത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. കൂടുതൽ കാരണം സെൽഫ് മേക്കപ്പാണ്, ഭയങ്കര ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് ഹൈലൈറ്റർ ഒന്ന് ഇവിടെ ഒന്ന് വളരെ ലൈറ്റായിട്ടൊന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. അത്രയും തന്നെ ചെയ്താൽ മതി. ലിപ്സ്റ്റിക്ക് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഷെയ്ഡ് അനുസരിച്ച് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ന്യൂഡ് മേക്കപ്പിൽ നമ്മൾ എപ്പോഴും ന്യൂഡായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പക്ഷെ നിങ്ങൾ എത്രത്തോളം മേക്കപ്പ് എല്ലാം ചെയ്ത് പുറത്ത് പോയാലും തിരിച്ച് വന്നാൽ നന്നായിട്ട് ഫേസ് ക്ലിയർ ചെയ്തിരിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ലിപ്സ്റ്റിക്ക് കൊടുത്തതിന് ശേഷം ഒരു ഫിക്സർ അപ്ലൈ ചെയ്യുക കേട്ടോ. ഫിക്സർ കൊടുക്കുക, മേക്കപ്പ് ഫിക്സർ കൊടുക്കുക. അപ്പോൾ കൂടുതലും നമുക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒത്തിരി ചൂടത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, സ്വെറ്റ് ആവാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് നമ്മൾ ഔട്ട് സൈഡ് ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ഇത്രയും ചൂടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ട്രാൻസ്ലൂഷൻ പൗഡർ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അതേ കോമ്പാക്റ്റ് പോലത്തെ എന്തെങ്കിലും. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് വേർക്കും തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ആ ഒരു രീതിയിൽ ഒന്ന് ചെയ്യാം. അപ്പോൾ സെൽഫ് മേക്കപ്പ് അറിയാത്തവർ എങ്ങനെ ചെയ്യണമെന്ന് ചെയ്ത് കാണിക്കണം എന്നൊക്കെ അറിയാത്തവരാണെങ്കിൽ 2 hours വരുന്ന നമ്മുടെ ക്ലാസ് ഉണ്ട്. ഞാൻ അതിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൽ പ്രൊഡക്റ്റും എല്ലാം തന്നെയുണ്ട്. വെറും 399 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. അതിൽ നോട്ട്സും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. വാട്സപ്പിലേക്ക് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് ചെയ്താലും മതി. അപ്പോൾ അതിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. അതുപോലെ തന്നെ
നമ്മൾ ഇതെല്ലാം ചെയ്താലും നമ്മളുടെ സ്കിൻ കെയർ മറന്നു പോകരുത്. പോയിട്ട് തിരിച്ച് വന്ന് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് വന്ന് എത്ര രാത്രി 2 മണിയായാലും 3 മണിയായാലും ശരി മേക്കപ്പ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടേ കിടക്കാവൂ കേട്ടോ. അത് നിർബന്ധമാണ്. സ്കിൻ കെയർ ഇല്ലാതെ ഒന്നും തന്നെ ഇല്ല. നമ്മളുടെ സ്കിന്നിനെ നമ്മളായിട്ട് തന്നെയാണ് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കറക്റ്റായിട്ട് ക്ലെൻസ് ചെയ്യണം, ടോണർ യൂസ് ചെയ്യണം, മോയ്സ്ചറൈസർ നൈറ്റ് കെയറിൽ നമ്മൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ സിറം ആണെങ്കിൽ സിറം എല്ലാം എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സ്കിൻ കെയർ എന്നുള്ളത് അറിയാത്തവരാണെന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് വേണം. നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നല്ലൊരു ക്ലിയർ സ്കിൻ കിട്ടണം. കറക്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ വേണം. ഓരോരുത്തരും പല രീതിയിൽ ഞാനിപ്പോൾ പലവരെയും കാണുമ്പോൾ പല ആൾക്കാരും പല പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. എവിടെ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഒരാൾ സിറം അവിടെ നിന്നൊരു സിറം കിട്ടിയാൽ അത് ഉപയോഗിക്കുന്നു. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല. ഇവിടെ നിന്നൊരു ക്രീം കിട്ടിയാൽ ക്രീം ഉപയോഗിക്കുന്നു. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ആരെങ്കിലും എന്തെങ്കിലും പ്രൊഡക്റ്റ് കൊടുത്താൽ അത് ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നത് അല്ലേ. ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് തരാം. നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും നമുക്കതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. ഞാൻ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് 3 മാസത്തേക്കാണ് നമ്മൾ പ്രോപ്പർ പേഴ്സണൽ ഗൈഡൻസ് വരുന്നത്. അതിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. 5000 റുപ്പീസ് 3 മാസത്തേക്ക് എൻ്റെ ഫീസ് വരുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റുന്നുള്ളവർക്ക് തീർച്ചയായും ഈ ഗൈഡൻസ് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കംപ്ലീറ്റ് ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ലൈഫ് ടൈം നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം ഇല്ലാതെ ഹെൽത്തി സ്കിന്നാക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും കെമിക്കലോ കാര്യങ്ങളോ 1 മാസം കൊണ്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് തന്ന് നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും അങ്ങനെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? കറക്റ്റായിട്ടുള്ള റൊട്ടീൻ, കറക്റ്റായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൊട്ടീൻ പറഞ്ഞു തന്നുകൊണ്ട് പ്രശ്നങ്ങൾ നമ്മൾ ലൈഫ് ടൈമിലേക്ക് ഒരു സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ മേക്കപ്പ് ക്ലാസ് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 400 റുപ്പീസ് 399 കൊടുത്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മേക്കപ്പിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് സെൽഫ് മേക്കപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഒരുപാട് പേർക്ക് നമ്മൾ ഒരുപാട് സ്നേഹമാണ് അത് കാണുന്നുണ്ട്. ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.